നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആദ്യ ആഴ്ചയിൽ പെരുമഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. ഈ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായി ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 3, 4 തീയതികളിലാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ അടുത്ത 5 ദിവസവും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിലും, സ്കൂൾ തുറക്കുന്ന ദിവസമായ നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. ജൂൺ 2-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജൂൺ 3-നാകട്ടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 4-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തിൽ നികുതിദായകരും നിക്ഷേപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തെ മുൻകൂർ നികുതിയുടെ ആദ്യ ഗഡു സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15-ആണ്. മൊത്തം നികുതി ബാധ്യത 10,000 രൂപയിൽ കൂടുതലുള്ളവർ ഈ തീയതിക്കകം മുൻകൂർ നികുതിയുടെ 15% നിർബന്ധമായും അടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കുടിശ്ശിക തുകയ്ക്ക് പ്രതിമാസം 1% വീതം പലിശ ഈടാക്കും. പുതിയ ആദായ നികുതി ഭേദഗതി ചട്ടക്കൂടുകൾക്ക് കീഴിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതേസമയം പഴയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്ന ശമ്പളക്കാരായ വ്യക്തികൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ് എന്നിവയിലെ പുതിയ പരിധികൾ ആശ്വാസമേകുന്നുണ്ട്. ഇതിനൊപ്പം ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ്, അഹമ്മദാബാദ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലെ താമസക്കാർക്ക് 50% വീട്ടുവാടക അലവൻസ് ഇളവിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് വലിയൊരു സാമ്പത്തിക നേട്ടമായി മാറും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം തീരുന്നതിന് മുമ്പ് എല്ലാവരിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. കഴിഞ്ഞ മാസങ്ങളിൽ ഇലക്ഷൻ പ്രമാണിച്ച് പെൻഷൻ നേരത്തെ വിതരണം ചെയ്തിരുന്നു. സാധാരണയായി തൊട്ടടുത്ത മാസം 5-ാം തീയതിയോടെയാണ് വിതരണം പൂർത്തിയാകാറുള്ളത്. എന്നാൽ ഇത്തവണ വിതരണം നേരത്തെ തന്നെ പൂർത്തിയാകുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട തീയതി ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തങ്ങൾ വീണ്ടും വിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30-ആണ്. മാർച്ചിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ കാലാവധി സർക്കാർ 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും അടുത്ത മാസം 30-ആണ്. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയവർ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം പോലും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കമന്റുകളിലൂടെ നിരവധി ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം. നിലവിലെ വിവരമനുസരിച്ച് ഈ മാസം ആ പെൻഷൻ ഉണ്ടാകില്ല. മുൻ LDF സർക്കാർ കൊണ്ടുവരികയും ഇത് പുനരാരംഭിക്കണമെങ്കിൽ പുതിയ സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. എങ്കിലും ജൂൺ മാസത്തിൽ ഇതിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇതിനായുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ജൂൺ മാസത്തെ റേഷൻ വിതരണ അറിയിപ്പ് പുറത്തുവന്നിരിക്കുകയാണ്. നിലവിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്കുള്ള പൊതുവായ അറിയിപ്പാണ് ലഭ്യമായിട്ടുള്ളത്. ജൂൺ 9-ന് ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 30-ഓടെ അവസാനിച്ചു. മെയ് 31 ഞായറാഴ്ചയായതിനാലും ജൂൺ 1 തിങ്കളാഴ്ച ഇ-പോസ് സംവിധാനത്തിൽ പുതിയ മാസത്തെ റേഷൻ വിഹിതം ക്രമീകരിക്കേണ്ടതിനാലും ഈ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനാൽ ജൂൺ 2 ചൊവ്വാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക.
ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും ഈ മാസം ലഭിക്കുന്ന വിഹിതം എത്രയെന്ന് പരിശോധിക്കാം. ആദ്യമായി അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട പാക്കറ്റിന് 7 രൂപ നിരക്കിലും ലഭിക്കും. എന്നാൽ മുൻപ് ലഭിച്ചിരുന്ന 1 കിലോ പഞ്ചസാര ഈ മാസം മഞ്ഞ കാർഡുകാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. അടുത്തതായി പൊതുവിഭാഗം സബ്സിഡി അടങ്ങുന്ന നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. എന്നാൽ നീലക്കാർഡുകാർക്ക് ഈ മാസം സ്പെഷ്യൽ അരി ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി പൊതുവിഭാഗം നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡിന് ആകെ 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള റേഷൻ കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ വാങ്ങാം. വെള്ള കാർഡിന് ഇത്തവണ സ്പെഷ്യൽ അരി വിഹിതം ഇല്ല എന്ന് മാത്രമല്ല, പൊതുവായ അരിവിഹിതവും വളരെ കുറവാണ്. പുതിയതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ കീഴിലെ ആദ്യ റേഷൻ വിതരണമാണിത്. പുതിയ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ വരും മാസങ്ങളിൽ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ ലഭ്യമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലെ മണ്ണെണ്ണ ഇതുവരെ വാങ്ങാത്തവർക്ക് ഈ ജൂൺ മാസത്തിൽ അത് കൈപ്പറ്റാവുന്നതാണ്. മഞ്ഞക്കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ളക്കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുചാട്ടങ്ങൾക്ക് ശേഷം കുറഞ്ഞ് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ന് ഞായറാഴ്ച മെയ് 31-ന് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,395 രൂപയും പവന് 1,15,160 രൂപയുമാണ്. ഡെയിലി ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. Please subscribe our channel. Please subscribe our channel.